വയനാട് മുണ്ടക്കയിൽ രക്ഷാദൗത്യത്തിന് വേഗം കൂട്ടി ചൂരൽമലയിൽ ബെയിലി പാലം സജ്ജമായി. ഉരുൾപൊട്ടലുണ്ടായി 3 ദിവസങ്ങളിലായി 200 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. എന്നാൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കും. ദുരന്തമുഖത്ത് നിന്ന് മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇന്നത്തെ തെരച്ചിൽ രാത്രിയായതോടുകൂടി അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും രക്ഷാദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നമ്മൾക്ക് അറിയാം, കാണാതായവർ 200ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഈ മരണസംഖ്യ 300-നടുത്ത് എത്തി നിൽക്കുന്നു. ഇനിയും മനുഷ്യജീവനുകൾ അവിടെ അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവരുടെ ബന്ധുക്കൾ, അവരുടെ ആ കൂടപ്പിറപ്പുകൾ പറയുന്നുണ്ടാവുമല്ലോ, തങ്ങൾക്കൊപ്പമുള്ളവർ ആ മണ്ണിലുണ്ട് എന്നുള്ള കാര്യം. മിഥുൻ മുരളി, അവരുടെ ആഗ്രഹവും അതാണ്, സമൂഹത്തിൻ്റെയും ആഗ്രഹം അതാണ്. അവർക്കൊക്കെ ജീവനുണ്ടാവും, അവരെ വീണ്ടെടുക്കണം എന്നുള്ള ആഗ്രഹം. അതിന്മേലുള്ള അന്വേഷണമല്ലേ നാളെ നടക്കുക? മിഥുൻ മുരളി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ 85-ന് മുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദുരിതാശ്വാസ ക്യാമ്പിലും തിങ്ങി നിറഞ്ഞ് ആളുകളാണുള്ളത്. ഈ മേപ്പാടിയിലെ പ്രധാന ക്യാമ്പിൽ നിന്നും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആളുകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് പുതിയ ക്യാമ്പ് തുറന്ന് അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഈ ക്യാമ്പുകളിലുള്ള ആളുകളുടെ എല്ലാം പ്രതീക്ഷ ഇനിയും തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു വരും എന്ന് തന്നെയാണ്. ആ പ്രതീക്ഷയാണ് നാളെ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ ഒരു പ്രധാന നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഉരുത്തിരിയാൻ പോകുന്നത്. എന്തായാലും സൈന്യം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്, ഈ പ്രദേശത്തെങ്ങും ജീവനോടെ ആരും ഇല്ല എന്നുള്ള ഒരു കാര്യം. മുഖ്യമന്ത്രിയെ അത് ഇന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തു. അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ആ കാര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്തു. ഈ പ്രദേശത്ത് മുണ്ടക്കോടും പുഞ്ചിരിമുട്ടത്തുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജീവനോടെ ആരെയും ഇനി കണ്ടെത്താനില്ല എന്നുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചത്. സൈന്യം ഇക്കാര്യം തന്നെ അറിയിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ ഒരു ദൗത്യമായിരിക്കും നാളെ രാവിലെ മുതൽ തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിൽ നടക്കുക. സൈന്യത്തിനും രക്ഷാപ്രവർത്തകർക്കും കടന്നു ചെല്ലാൻ സാധിക്കാത്ത ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടും ഒപ്പം തന്നെ മുണ്ടക്കോട്ട് ഭാഗങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലായിരുന്നു ഇതിനോടകം ദൗത്യം തുടർന്നു പോകാൻ സാധിച്ചത്. ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ഇതിനോടകം കണ്ടെടുക്കാനും സാധിച്ചിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിലേക്ക് പല കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടും ഈ പാലത്തിന്റെ പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടുമൊക്കെ സൈന്യത്തിന് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാനും കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം ആ ഭാഗങ്ങളിൽ നടത്താനും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അതാണ് ഇന്ന് വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഏറ്റവും അഭിമാനകരമായ ഒരു കാഴ്ച തന്നെ ഇന്ന് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം തന്നെ. സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായി നിന്ന ആളുകളെല്ലാം കയ്യടിയോടുകൂടിയാണ് സൈന്യത്തിന് ആ ബഹുമാനം നൽകിയത്. ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബെയിലി പാലം ഇന്ന് വൈകിട്ടോടുകൂടി പ്രവർത്തന സജ്ജമായി. സൈന്യത്തിന്റെ വാഹനം ഉൾപ്പെടെ, ടൺ കണക്കിന് ഭാരമുള്ള വാഹനം ഉൾപ്പെടെ ഈ ബെയിലി പാലത്തിലൂടെ കടത്തിവിട്ടുകൊണ്ട് ആ പാലം പ്രവർത്തന സജ്ജമാണ്. എത്ര ഭാരമുള്ള വാഹനവും കടത്തിവിടാമെന്ന് സൈന്യം തന്നെ അത് ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്തു. ആ പാലം ഇനി ഒരു പുതിയ പാലം, സ്ഥിരമായിട്ടുള്ള ഒരു പാലം ഉണ്ടാകുന്നതുവരെ ആ പ്രദേശത്ത് ഉണ്ടാകുമെന്നും സൈനിക മേധാവി നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി, പ്രവർത്തന സജ്ജമായതോടുകൂടി നാളെ കൃത്യമായി രാവിലെ മുതൽ വളരെ ത്വരഗതിയിലുള്ള ഒരു രക്ഷാ ദൗത്യമായിരിക്കും നടക്കുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം, പ്രഭവ കേന്ദ്രം അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ, ആ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള സൂചന സൈന്യം അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് വലിയ കെട്ടിടങ്ങൾക്ക് അടിയിലേക്ക് മണ്ണ് ഒലിച്ചിറങ്ങി ആ ഭാഗത്ത് മൺകൂനകൾക്കടിയിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് സൈന്യം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും വളരെ അതിശക്തമായിട്ടാണ് മണ്ണും പാറക്കെട്ടുകളും എല്ലാം ഒലിച്ചിറങ്ങി വീടുകളിലേക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്കുമെല്ലാം ഇടിച്ച് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം നിലംപരിശാക്കി അതിന് താഴേക്ക് ആളുകൾ കുടുങ്ങിപ്പോയത്, മണ്ണിനടിയിലേക്ക് ആളുകൾ ആഴ്ന്ന് ഇറങ്ങിപ്പോയത്. ആ ഭാഗത്തെല്ലാം ആളുകളുടെ മൃതശരീരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടെത്തുക നാളെ മാത്രമായിരിക്കും. നാളെ പ്രകൃതി അനുകൂലമായി നിന്നാൽ, മഴ മാറി നിൽക്കുന്ന സാഹചര്യമായാൽ വളരെ ത്വരഗതിയിലുള്ള ദൗത്യത്തിലൂടെ ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകും. വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയായിരിക്കും നാളെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം മരണസംഖ്യ വീണ്ടും ഉയരുന്ന ഒരു കാര്യത്തിലേക്ക് കിടക്കും. ഒപ്പം തന്നെ ചാലിയാർ പുഴയിൽ നിന്നും ഒപ്പം മറ്റു ഭാഗങ്ങളിൽ നിന്നുമൊക്കെ കണ്ടെടുത്തിരിക്കുന്ന പല മൃതദേഹങ്ങൾക്കും ചേതനയറ്റ കൈയും കാലും തലയും ഒക്കെ വേർതിരിഞ്ഞു പോയ
അവസ്ഥയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഇന്നും ഉണ്ടായി. 3 മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുത്തു. അതിലും പലതും ആളുകളെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അപ്പോൾ DNA പരിശോധന അടക്കം നടത്തിയാൽ മാത്രമാണ് ഈ മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകൂ. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളിലൂടെയായിരിക്കും നാളെയും കടന്നു പോവുക. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കേണ്ടി വരും. രക്ഷാപ്രവർത്തന ദൗത്യം വളരെ വേഗത്തിൽ യന്ത്രസാമഗ്രികളടക്കം JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിൽ താഴെ കിടക്കുന്ന മൃതശരീരങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും നാളെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. മണ്ണ് കുത്തൊലിച്ച് ഉറങ്ങി വന്ന മണ്ണാണ്, ചെളിമണ്ണാണ്, പൂണ്ട് കിടക്കുന്ന മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം. ആ ഭാഗത്തൂടെ നമ്മൾ നടക്കുമ്പോൾ തന്നെ ആഴ്ന്ന് ഇറങ്ങി പോവുകയാണ് കാല് ഈ മണ്ണിന് ചെളിക്ക് ഉള്ളിലേക്ക്. അപ്പോൾ ഒന്ന് നടന്നു നീങ്ങാൻ പോലും ഏകദേശം സാധാരണഗതിയിൽ ഒന്ന് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് പ്രകൃതി അനുകൂലമല്ലാത്ത, കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ രക്ഷാദൗത്യം വീണ്ടും നീണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇന്ന് വൈകുന്നേരവും ആ ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. ഇന്ന് ഉച്ചവരെ മഴ മാറി നിന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഭാഗത്തു നിന്നും രക്ഷാദൗത്യം കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാം എന്നായിരുന്നു സൈന്യം വിലയിരുത്തിയിരുന്നത്. പക്ഷേ അതിന് ഒരു വിലങ്ങുതടിയായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്തു. ഇടവിട്ടുള്ള മഴയായിരുന്നു പലപ്പോഴും ഉണ്ടായത്. ഏകദേശം അരമണിക്കൂറൊക്കെ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിശക്തമായി തന്നെ മഴ പെയ്യുന്ന സാഹചര്യം വിലങ്ങുതടിയായി ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വിലങ്ങുതടിയായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊരു സാഹചര്യം നാളെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പ്രദേശവാസികൾക്കും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് സൈന്യത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം പറയാനുള്ളത്. എന്തായാലും നാളെ തന്നെ ഈ ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാകണം. കൂടുതൽ ആളുകളെ കണ്ടെത്തണം, കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തണം. എന്തായാലും ഓരോ ക്യാമ്പ് സന്ദർശിക്കുമ്പോഴും ഇപ്പോഴും ഉറ്റവരും ഉടയവരും എവിടെ പോയി എന്ന് അറിയാതെ തങ്ങളോട് ദുരന്തത്തിന്റെ തലേദിവസം പോലും സംസാരിച്ച് കിടന്നുറങ്ങാൻ പോയ ആളുകൾ പിന്നീട് കാണുന്നില്ല. ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറി ഇപ്പോൾ താമസിക്കുന്ന ആളുകളൊക്കെ വിതുമ്പലോടെ തങ്ങളുടെ അയൽവാസികളെ, തങ്ങളുടെ പരിചയക്കാരെ, തങ്ങളുടെ ബന്ധുക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ അവരെവിടെ പോയി എന്ന് പോലും അറിയാൻ പറ്റാതെ വിഷാദ മൂകരായിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്ന, അവരൊരു പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ വരില്ല. പക്ഷെ അവരുടെ മൃതദേഹങ്ങൾ എവിടെ പോയി, എങ്ങോട്ട് ഒഴുകിപ്പോയി, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ആഘാതമുണ്ട്. അവരുടെ മനസ്സിനേറ്റ ഒരു ആഘാതം. അതിന് ഒരു അർത്ഥം, ഒരു ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തണം. അതൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ സൈന്യം ഏറ്റെടുത്ത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി എത്ര പേരാണ് ഈ ദുരന്തത്തിന് ഇരയായതെന്നുള്ള ഒരു കൃത്യമായ കണക്ക് ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നാളെ ഉണ്ടാകുക. ഒപ്പം തന്നെ ഈ ഭാഗത്ത് തൊഴിലാളികളുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, ബംഗാളികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന തൊഴിലാളികളുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള തൊഴിലാളികളുടെ കണക്ക്, അടിസ്ഥാന വിവരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആശങ്കയായി തന്നെ, അല്ലെങ്കിൽ ഒരു സംശയം ഉദിക്കുന്ന കാര്യങ്ങളായി തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഈ തൊഴിലാളികളൊക്കെ എവിടെ പോയി, അവരുടെ കണക്കുകൾ, ആ മരണത്തിന്റെ അല്ലെങ്കിൽ കാണാതായ ആളുകളുടെ കൂട്ടത്തിൽ ഇവരുടെ കണക്കുകൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ പല പ്രദേശവാസികളും നമ്മൾ ഈ ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മളുമായി പങ്കുവെക്കുന്ന കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ പല മേഖലകളിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി ഈ ഭാഗത്തേക്ക് എത്തിയ ചില ആളുകളുടെ വാഹനം മാത്രം കണ്ടുകിട്ടുകയും ആളുകളെ കാണാതാവുകയും ചെയ്യുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിനോദസഞ്ചാരികളടക്കം കാണാതെ പോയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ പ്രദേശവാസികൾക്കപ്പുറം തൊഴിലാളികളായും വിനോദസഞ്ചാരത്തിന് വേണ്ടിയുമൊക്കെ ഈ മേഖലകളിലേക്ക് വന്നിരിക്കുന്ന ആളുകളുടെ കണക്കുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ കാണാതായിരിക്കുന്ന ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു സംശയമായി, ആശങ്കയായി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ നാളെ രക്ഷാദൗത്യം പൂർണ്ണമായും പൂർത്തീകരിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ തന്നെ, ത്വരഗതിയിൽ തന്നെ 4ാം ദിവസത്തെ രക്ഷാദൗത്യം പൂർണ്ണ അർത്ഥത്തിൽ സൈന്യത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കണം. അതിന് പ്രകൃതി അനുകൂലമായ സാഹചര്യം ഒരുക്കണം. ഇനിയും ഈ സംഹാരതാണ്ഡവമാടുന്ന തരത്തിലുള്ള മഴ പെയ്യരുത്. കാലാവസ്ഥ അനുകൂലമായി മാറണം. എങ്കിൽ മാത്രമായിരിക്കും നാളെ വേഗത്തിലുള്ള, ത്വരഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സൈന്യത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനൊരു പരിസമാപ്തി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ
പുനരധിവാസവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരെ ഇനിയും കുറച്ചു കാലം കൂടി ക്യാമ്പ് നീട്ടിക്കൊണ്ടു പോകേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. അവിടെ സ്ഥിരതാമസം എന്തായാലും പറ്റുകയില്ലാത്ത കാര്യമാണ്. ക്യാമ്പുകൾ കുറച്ചു കാലം കൂടി നീട്ടിക്കൊണ്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നു. വാടകയ്ക്ക് വീടുകൾ എടുത്ത് ഇവരെ മാറ്റി പാർപ്പിക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിച്ചുകൂടെ എന്ന മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. വാടകയ്ക്ക് വീടുകൾ എടുത്ത് ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്നിട്ട് അതിൽ ഒരു പ്രായോഗികമായ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുനരധിവാസം അവിടെ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഒപ്പം എത്ര നാൾ ഈ ക്യാമ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. 85-ലധികം ക്യാമ്പുകളാണ് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകൾ ഇനിയും കൂട്ടേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം പകർച്ചവ്യാധികളടക്കം പകർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തെക്കാൾ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകാതെ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറ്റി ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഈ ക്യാമ്പുകൾ ഇനിയും വിഘടിപ്പിച്ച് കൂടുതൽ ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ക്യാമ്പുകളിലുള്ള ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ മറ്റ് ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെ അനിവാര്യമായി നിൽക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. ഇവരുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അതിന് കുട്ടികൾ എവിടെയാണോ അവിടെ എത്തി വിദ്യാഭ്യാസം നൽകും. 5-6 കുട്ടികൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടേക്ക് വിദ്യാഭ്യാസം എത്തിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കും എന്നുള്ള ഒരു മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. ഒപ്പം മാനസിക സമ്മർദ്ദം, ഇത്രയും വലിയ ഒരു ദുരന്തത്തെ നേരിട്ട ആളുകളാണ്, അവർക്ക് വലിയ മാനസികാഘാതം ഈ പ്രശ്നത്തിലൂടെ ഈ ദുരന്തത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു നേർസാക്ഷ്യം നമുക്ക് ഇന്ന് ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോൾ കാണാനും സാധിച്ചിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ടായതിന്റെ ഷോക്കിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ മാധ്യമങ്ങളോടൊക്കെ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്ന ആളുകളോടൊക്കെ ഈ ദുരന്തത്തിനിരയായ ആളുകൾ പറയുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്ക് ഈ ക്യാമ്പുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഒരു വാക്കുപോലും അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. നെടുവീർപ്പോടെ എന്തൊക്കെയോ മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ പോലെയാണ് ഈ ക്യാമ്പുകളിലുള്ള ആളുകളുള്ളത്. അപ്പോൾ കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ നൽകിക്കൊണ്ട് അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട ഒരു ഘട്ടം ഉണ്ട്. ജീവിതത്തിലേക്ക് ഇവരെ തിരികെ കൊണ്ടുവരേണ്ട ഒരു ഘട്ടം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം പകർച്ചവ്യാധിയുടെ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെല്ലാം പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ഇത്രയും വലിയ ഒരു ദുരന്തത്തെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് ഇരയായ ഒരു മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് കരുതലോടുകൂടി അവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, സന്നദ്ധ പ്രവർത്തകരുടെ സേവനമാണിത്. ഓരോ ക്യാമ്പിലും കൃത്യമായി ഇത്രയും വലിയ ദുരന്തത്തെ നേരിട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുതലോടുകൂടി താങ്ങായി തണലായി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് 24 മണിക്കൂറും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഈ ക്യാമ്പുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ സേവനങ്ങളെല്ലാം നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ മരുന്നുകളും വസ്ത്രങ്ങളും അവർക്ക് ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്ത് നിറവേറ്റിക്കൊണ്ട് അവരുടെ അരികിലേക്ക് കൂട്ടായി ഒരു കൂട്ടം മനുഷ്യർ ഈ ക്യാമ്പുകളിലെല്ലാം ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഒരു ദുഃഖകരമായ സാഹചര്യത്തിലും ആശ്വാസം നൽകുന്ന ചില കാഴ്ചകളായി ക്യാമ്പുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടുത്തെ ക്യാമ്പുകളിലേക്ക് സാധന സാമഗ്രികൾ, ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറ്റിവിടുന്നു. വാഹനങ്ങൾ ഈ ക്യാമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ ഓരോ മുറികളിലും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും മറ്റ് അനുബന്ധ ക്രമീകരണങ്ങളും ഒക്കെ ഓരോ മുറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ തരംതിരിച്ച് അത് കൃത്യമായി അതിന്റെ അർഹതപ്പെട്ട ആളുകളുടെ അരികിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ദൗത്യങ്ങൾ ഓരോ ഭാഗത്ത് നടക്കുന്നു. അങ്ങനെയുള്ള ചില കാഴ്ചകളും ഈ ക്യാമ്പുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ ദൗത്യം തുടരും. നിർണായകമായ ദിവസമാണ്. ഉച്ചയ്ക്കുള്ളിൽ തന്നെ പ്രകൃതി അനുകൂലമാണെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കും. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് സൈന്യത്തിന് കടക്കാൻ സാധിക്കും. സൈന്യത്തിനെ നിറഞ്ഞ ബഹുമാനത്തോടെ, നിറഞ്ഞ ആദരവോടെയാണ് ഇവിടുത്തെ നാട്ടുകാർ കാണുന്നത്. രക്ഷാപ്രവർത്തന ദൗത്യങ്ങളുമായി സൈന്യത്തിന്
പിന്തുണ പ്രഖ്യാപിച്ചു നിന്ന ആളുകൾ ഇന്ന് ഈ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് അവർ സൈന്യത്തിന് ബഹുമാനം നൽകിയത്, ആദരവ് നൽകിയത്. അതൊരു ഈ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലും ആശ്വാസം നൽകുന്ന, ഒരു ആത്മവിശ്വാസം നൽകുന്ന, എന്തിനും കൂട്ടായി ഇതുപോലെയുള്ള ദുഃഖകരമായ സാഹചര്യങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ സൈന്യം നമുക്കൊപ്പമുണ്ട് എന്ന് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാഴ്ചയായി ചില നല്ല കാര്യങ്ങളും ഈ ഭാഗത്തു നിന്നും ഇവിടെ നിന്നും കാണാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വിനോദ്.